The Real FM 103.6. ശ്രദ്ധ. കച്ചവട താൽപര്യത്തോടെ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂളുകളെ നിയന്ത്രിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് 800-ലധികം അംഗീകാരമില്ലാത്ത സ്കൂളുകൾ പ്രവർത്തിക്കുന്നതായും പല സ്കൂളുകളിലും നിയമപ്രകാരമുള്ള കെട്ടിടമോ കൃത്യമായ വിദ്യാഭ്യാസ യോഗ്യതയുള്ള അധ്യാപകരോ ഇല്ല എന്നതും യാഥാർത്ഥ്യമാണ്. ഇത്തരം പല സ്കൂളുകളിലും പ്രൈമറി ക്ലാസ് മുതൽ വലിയ ഫീസ് വാങ്ങി 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശന പരീക്ഷകൾ വെച്ച് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നു. ഇത് കുട്ടികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. ശ്രദ്ധയിൽ ഈ വിഷയത്തിൽ ഇന്നാദ്യം പ്രതികരിക്കുന്നു വിദ്യാഭ്യാസ പ്രവർത്തകൻ സി രാമകൃഷ്ണൻ. പഠിക്കാനുള്ളത് കുട്ടികളുടെ അവകാശമാണ്. ഇന്ത്യയിൽ നമ്മുടെ ഭരണഘടന രൂപീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ നിയാമക തത്വത്തിൽ അത് പെടുത്തിയിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ അത് നേടാൻ പറ്റാത്തതുകൊണ്ടാണ് 2009 വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കിയത്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയാണ് RTIയിൽ അത് പറയുന്നുണ്ടെങ്കിലും പ്രീ സ്കൂളും യഥാർത്ഥത്തിൽ കുട്ടികളുടെ അവകാശത്തിന്റെ ഉള്ളിൽ വരുന്നതാണ്. ആ പ്രായത്തിൽ കുട്ടികൾക്ക് ഈ പലതരത്തിലുള്ള എൻട്രൻസ് പരീക്ഷകളും ബാക്കിയെല്ലാം ചെയ്യുന്നത് കുട്ടികളോട് കാട്ടുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. പീഡനത്തിനപ്പുറം അത് യഥാർത്ഥത്തിൽ ചെയ്യുന്ന ക്രൂരതയാണ്. കാരണം ആ പ്രായം എന്ന് പറയുന്നത് കുട്ടിക്ക് ഏറ്റവും കൂടുതൽ വൈകാരികമായിട്ടുള്ള ഒരു അനുഭൂതി ഉണ്ടാവേണ്ട ഒരു സമയമാണ്. കുട്ടിയുടെ തലച്ചോറിനേക്കാൾ കൂടുതൽ കുട്ടിയുടെ വിചാരങ്ങൾക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം നൽകേണ്ടത്. മാത്രമല്ല തലച്ചോറിന്റെ വികാസം വളരെ ദ്രുതഗതിയിൽ നടക്കുന്ന ഒരു ഘട്ടമാണ് ഈ പ്രീ സ്കൂൾ ഘട്ടം എന്ന് പറയുന്നത്. ആ സമയത്ത് കുട്ടികളെ ഈ രീതിയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള എൻട്രൻസ് പരീക്ഷകളായാലും മറ്റു പരീക്ഷകൾക്കായാലും ഇരുത്തുകയും കുട്ടികളെ പല രീതിയിലും അരിച്ചു പുറത്താക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ അത് നിയന്ത്രിക്കപ്പെടേണ്ടത് തന്നെയാണ്, അതിനൊരു സംശയമില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടിയുടെ വൈകാരിക വികാസത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം നൽകേണ്ടുന്ന ഒരു സമയത്ത് അതിനു വേണ്ടുന്ന അന്തരീക്ഷം ഒരുക്കുന്നതിന് പകരം ഔപചാരിക വിദ്യാഭ്യാസത്തെ താഴോട്ട് വലിച്ചു നീട്ടി ഈ കാര്യങ്ങൾ ചെയ്യുകയും ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ താഴോട്ട് വലിച്ചു നീട്ടുള്ള ഈ പ്രീ സ്കൂളിൽ നിന്ന് മാറ്റുക എന്ന് പറയുന്നത് അതും കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. അതുകൊണ്ട് ഒരു തരത്തിൽ അംഗീകാരം ഇല്ലാത്ത ആർക്കും ഇത് തുടങ്ങാം. നമ്മുടെ നാട്ടിലൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങണമെങ്കിൽ പോലും എന്ത് വേണം, നമുക്ക് ലൈസൻസ് വേണം. ഒരു ലൈസൻസ് ഇല്ലാണ്ട് തുടങ്ങാവുന്ന ഒരു സംഗതിയായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറുന്നതും പരിഷ്കൃത സമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അപ്പം മാത്രം മുന്നിൽ കാണുകയും കുട്ടിയുടെ യഥാർത്ഥത്തിലുള്ള വികാസ പ്രക്രിയയിൽ ഒന്നും തന്നെ ഇടപെടാതെ നിൽക്കുകയും ചെയ്യുന്നത് നിയന്ത്രിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിന് സംശയമില്ല. അത് ഇനി ഒട്ടും വൈകാതെ അത് ചെയ്യുക എന്നത് വളരെ പോസിറ്റീവായി മാത്രമേ കാണാൻ കഴിയുള്ളൂ. സംസ്ഥാനത്തെ CBSE സ്കൂളുകളിൽ CBSE നിയമപ്രകാരമുള്ള പ്രവേശനമാണ് നടക്കുന്നതെന്ന് കേരള CBSE സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ഫൗണ്ടർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് TPM ഇബ്രാഹിം ഖാൻ. കേരളത്തിലെ CBSE സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ കാഴ്ചപ്പാടും അധികാര പരിധികളുമുണ്ട്. ഈ സ്കൂളുകൾക്ക് ഇന്ത്യ ഗവൺമെന്റ് ആഭിമുഖ്യത്തിലുള്ള CBSE ബോർഡിന്റെ ആധികാരികമായ അംഗീകാരമുള്ള സ്കൂളുകൾക്കേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അതിന് വ്യക്തമായ നിബന്ധനകളുണ്ട്. അഡ്മിഷൻ എങ്ങനെ വേണം, അതിന് പ്രൊമോഷൻ എങ്ങനെ വേണം, അതെല്ലാം വ്യക്തമായിട്ട് നിബന്ധനകളുണ്ട്. അല്ലാതെ അനധികൃതമായിട്ട് എന്തെങ്കിലും ചെയ്താൽ അപ്ലിക്കേഷൻ നഷ്ടപ്പെടും. ഈ 1500-400 ഉള്ള സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് കേരള ഗവൺമെന്റ് NOC CBSE അപ്ലിക്കേഷൻ കൂടിയാണ്. അതിന്റെ വ്യവസ്ഥകൾക്ക് വിധേയമായി മാത്രമേ സ്കൂളുകൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അപ്പോൾ സ്കൂളുകളുടെ പ്രവേശനം എന്ന് പറയുന്നത് അതിന് ഓരോ സ്കൂളുകൾക്കും അനുവദിച്ചിട്ടുള്ള സ്ട്രെങ്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിദ്യാർത്ഥികളെ പ്രവേശിക്കാൻ പറ്റുള്ളൂ. CBSE നിയമപ്രകാരം ഓരോ സ്കൂളുകൾക്ക് എത്ര ഡിവിഷൻ ഉണ്ട്, ഓരോ ഡിവിഷൻ എത്ര കുട്ടികളെ ആകാം എന്നെല്ലാം സംബന്ധിച്ചുള്ള ആ നിബന്ധനകൾക്ക് വിധേയമായിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കേരളത്തിൽ ചില സ്കൂളുകൾ അനധികൃതമായി ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ അത് എന്താണ് ഉദ്ദേശിക്കുന്നത് അറിഞ്ഞുകൂടാ. കാരണം CBSE അഫിലിയേഷൻ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയുന്ന സ്കൂളുകളുമുണ്ട്. അത്തരം സ്കൂളുകളെ നിയന്ത്രിക്കാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. എൻട്രൻസ് ടെസ്റ്റ് ഒക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കരസ്ഥമാക്കുന്നത് CBSE സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഗവൺമെന്റിന്റെ കടമയാണ്. അത്
സ്വകാര്യ ഏജൻസികൾ മുഖാന്തരം CBSE സ്കൂളുകൾ മുഖാന്തരം നല്ലപോലെ നിർവഹിക്കുന്നുണ്ട്. അനധികൃതമായി ചെയ്യുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. CBSE സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ അഫിലിയേഷൻ ബൈലോസിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ CBSE സ്കൂളുകൾ ഒന്നും തന്നെ അനധികൃതമായ കാര്യങ്ങൾ ചെയ്യുന്നുള്ള അഭിപ്രായം എനിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കാനുള്ള അധികാരവും കടമയും സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട്. 1ാം ക്ലാസ് പ്രവേശനത്തിന് പരീക്ഷാ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് പ്രീ സ്കൂൾ ക്ലാസുകളിലെ 3 മുതൽ 5 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളാണ്. ഇനി ഇത്തരം പരീക്ഷകൾ മിടുക്കരായ കുട്ടികളെ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ പിന്നെന്തിന് ഇത്രനാൾ നാം വിദ്യാഭ്യാസ അവകാശ നിയമങ്ങൾക്കായി പോരടിച്ചു? വയനാട് ജില്ല ഡയറ്റ് റിട്ടയർഡ് പ്രിൻസിപ്പൽ അബ്ബാസ് അലി TK. കുട്ടികളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, കുട്ടികളുടെ വിദ്യാഭ്യാസവും അതിന്റെ എല്ലാ അനുബന്ധ കാര്യങ്ങളിലും ഏത് തരം വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ്. മിടുക്കന്മാരെ മാത്രം അല്ലെങ്കിൽ മിടുക്കികളെ മാത്രം ലക്ഷ്യം വെച്ചാണ് എങ്കിൽ നമുക്ക് എവിടെയും എൻട്രൻസ് പരീക്ഷ നടത്താം. പല പ്രീ ക്ലാസ്സുകളിൽ പോലും, LKG UKG ക്ലാസ്സുകളിൽ പോലും പല സ്ഥാപനങ്ങളും ഇതേപോലെ എൻട്രൻസ് പരീക്ഷ നടത്തിയാണ് കുട്ടികൾ എടുക്കുന്നത്. അത്തരത്തിലുള്ള സ്ഥലത്ത് മക്കളെ ചേർക്കാനാണ് രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പലപ്പോഴും നമുക്ക് നിയമപരമായൊന്നും പലതും അതിനകത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല. പല സ്ഥാപനങ്ങളും സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ല. സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിൽ പോലും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സ്ക്രീനിങ് നടത്തുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇടപെടാനോ അതിനുള്ള മറ്റെന്തെങ്കിലും നടപടിയിലേക്ക് കടക്കാനോ നമുക്ക് സാധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇത് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യത്തെ തകിടം മറിച്ചുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇവർ മക്കളെ സ്കൂളിൽ ചേർക്കാൻ ആഗ്രഹിക്കുന്നത്? ഒരു കുട്ടിക്ക് ആ ഒരു കുട്ടിയായി വളരാനുള്ള ഒരവസരവും കിട്ടാതെ പ്രീ ക്ലാസ്സുകളിൽ പോലും വലിയ തോതിലുള്ള എൻട്രൻസും കോച്ചിങ്ങും സ്കോളർഷിപ്പ് പരീക്ഷകളൊക്കെ നടക്കുന്നുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു കച്ചവടം പ്രീ സ്കൂൾ ക്ലാസ്സുകളിലെ സ്കോളർഷിപ്പ് പരീക്ഷകളാണ്. അപ്പൊ എല്ലാ രക്ഷിതാക്കളും ഈ കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിൽ സ്കോളർഷിപ്പ് പരീക്ഷകൾ ലഭിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ ആ ഒരു ആഗ്രഹത്തെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികളെ സ്ക്രീനിങ് നടത്തുന്നതിന് വേണ്ടി മാത്രമാണല്ലോ എൻട്രൻസ് നടത്തുന്നതെന്ന് പറയുന്നത്. 1ാം ക്ലാസ്സിലായാലും പ്രീ KG ക്ലാസ്സിലൊക്കെ ആയാലും എന്തിനു വേണ്ടിയാണ് സ്ക്രീനിങ് നടത്തുന്നത്? മിടുക്കരെ മാത്രമേ അവർക്ക് വേണ്ടൂ. ആ മിടുക്കരെ പരിശീലിപ്പിക്കുന്ന, അവർക്ക് വേണ്ടി വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാത്രം അറിയപ്പെടാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തെ സംബന്ധിച്ചോളം അവിടെ എല്ലാവരും വരുന്ന സ്കൂളാണ്. ഒരു കുട്ടി പോലും സ്കൂളിൽ വരാതെ മാറി നിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ മക്കളുണ്ട്, ഗോത്രവർഗ മേഖലയിൽ നിന്നുള്ള മക്കളുണ്ട്, കടലോര മേഖലയിൽ നിന്നുള്ളവരുണ്ട്, താമസിക്കാൻ വീടില്ലാത്ത എല്ലാ തരത്തിൽപ്പെടുന്ന ആളുകളുടെയും മക്കൾ വരുന്ന ഒരു വിദ്യാഭ്യാസമാണ് നമ്മൾ പൊതുവിദ്യാഭ്യാസത്തെ കുറിച്ച് ആലോചിക്കുന്നത്. അവിടെ നമുക്ക് സ്ക്രീനിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എൻട്രൻസ് പരീക്ഷയോ ഒന്നുമില്ലല്ലോ. അതേസമയം മിടുക്കർക്ക് വേണ്ടി മാത്രം നടത്തുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചോളം അവർക്ക് എന്തും ആവാം. കച്ചവടം മാത്രമല്ല, അതിനകത്തുള്ള ഇൻഹ്യൂമൻ ആയിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ. ഒരു 5 വയസ്സുള്ള അല്ലെങ്കിൽ 6 വയസ്സുള്ള ഒരു കുട്ടിയെ ഒരു എൻട്രൻസ് പരീക്ഷയ്ക്ക് വിധേയരാക്കുന്നു. അതിനകത്ത് നിന്ന് ജയിച്ചവരെ മാത്രം പ്രവേശനം കൊടുക്കുന്നു. ഒരു കുട്ടി വിദ്യാഭ്യാസത്തിന് തുടങ്ങുകയാണ്. അവിടെ വെച്ച് തന്നെ ആ കുട്ടി അരിപ്പയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കുട്ടികളുണ്ടാവുമല്ലോ. ആ എൻട്രൻസ് പരീക്ഷയിൽ പോലും തോറ്റുപോവുകയും അതിന്റെ ഭാരം ഏറ്റെടുക്കുകയും ചെയ്യേണ്ടി വരുന്ന കുട്ടിയും രക്ഷിതാവും എന്ന് പറയുന്നത് ഈ കച്ചവടക്കാരുടെ ഒരു കൺസേണേ ആവുന്നില്ല. അവർക്ക് അവരുടെ സ്ഥാപനത്തിന്റെ പേരോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ ഏറ്റവും മിടുക്കർ മാത്രം പഠിക്കുന്ന സ്ഥാപനം എന്ന ആ ഒരു പേര് വഴി അവർ നടത്തുന്ന കച്ചവടത്തിന്റെ സാധ്യതകൾ മാത്രമാണ് അവർ ആലോചിക്കുന്നത്. വലിയ കഷ്ടമാണ് സ്ഥിതി. ആരും ഇവരെയൊന്നും നിയന്ത്രിക്കാനില്ല എന്നുള്ളതാണ് കേരളത്തിലെ ഒരു അവസ്ഥ. ചെറിയ ക്ലാസ്സുകളിലെ വിദ്യാഭ്യാസത്തിലെങ്കിലും ഇത്തരത്തിലുള്ള മത്സരവും സ്കോളർഷിപ്പും എൻട്രൻസ് പരീക്ഷയും ഒക്കെ ഒഴിവാക്കി നിർത്തിയിട്ട് കുട്ടികൾക്ക് കുട്ടികളായി വളരാനുള്ള ഒരു അവസരം കൊടുക്കാൻ പോലും ഈ രക്ഷിതാക്കൾക്കും ഈ വിദ്യാഭ്യാസ കച്ചവടക്കാർക്കും തോന്നുന്നില്ല എങ്കിൽ ഇത്രയും കാലം നമ്മൾ നടത്തിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തന്നെയും പലതും വെറുതെ ആയി പോയി എന്നൊരു സങ്കടമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. വിദ്യാഭ്യാസം എന്നത് ലോകത്തെ കണ്ട് സർഗാത്മകമായി ഇടപെടാൻ കഴിയുക എന്നതാണ്. സാമൂഹ്യബോധമുള്ള നമ്മുടെ നാടിനെ അറിയുന്ന കുട്ടികളായി വളരുന്നതിന് അവന്റെ ശൈശവകാലം ഏറെ ആഹ്ലാദകരവും ഉല്ലാസഭരിതവും ആക്കണം. കുട്ടിയുടെ പ്രകൃതത്തിനും അഭിരുചിക്കും സ്വാഭാവികമായ സാധ്യതകൾ ഒരുക്കുന്ന പൊതുവിദ്യാലയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. മാറ്റി നിർത്തലുകളും അരിച്ചുമാറ്റപ്പെടലുകളും ഇല്ലാത്ത വിദ്യാഭ്യാസ സമ്പ്രദായവും കുട്ടികളുടെ അവകാശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് കുട്ടിക്കിണങ്ങിയ ലോകം സൃഷ്ടിക്കുക എന്നതായിരിക്കണം വിദ്യാഭ്യാസത്തിന്റെ പ്രഥമ ലക്ഷ്യം എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര. ആശയം നിർവഹണം C. കൃഷ്ണകുമാർ. ശ്രദ്ധ.